നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ദൈവം ഉദ്ദേശിക്കുമ്പോൾ നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സീസണുകൾ അതിന് മുഖാന്തരമാക്കുന്നു. ബുദ്ധിമുട്ടുള്ളതും പ്രയാസമേറിയതുമായ സീസണുകൾ നമുക്കാർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇങ്ങനെയുള്ള സീസണുകളിലൂടെ കുറച്ചു കാലം കൂടെ നാം കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിനും മനോഭാവത്തിനും മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെയല്ല, നമ്മെ തന്നെ മാറ്റുവാൻ വേണ്ടിയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ ദൈവം അനുവദിച്ചിട്ടുള്ള സീസണുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമത്രേ 62-ാം സങ്കീർത്തനം 8-ാം വാക്യം. ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ സീസൺസ്. എല്ലാ സീസണുകളിലും അവനിൽ ആശ്രയിപ്പീൻ. സമ്മിശ്രമായ കാലഘട്ടങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നാം ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമത്രേ, എല്ലാ കാലത്തും നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരായിരിക്കണം. ഒരിടത്ത് വായിച്ചതത്രേ, വാട്ട് എവർ സീസൺ വി ആർ ഇൻ, ദർ ഈസ് വൺ വേ ടു ഡു അവർ സീസൺ വെൽ. നാം ഏത് സീസണിലാണെങ്കിലും നമ്മുടെ സീസൺ നന്നായി കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുണ്ട്. കീപ് അവർ ഐസ് ഓൺ ഗോഡ്, നോട്ട് ഓൺ അവർ സർക്കംസ്റ്റാൻസസ്, ആൻഡ് എംബ്രേസ് ദി സീസൺ. നമ്മുടെ സാഹചര്യങ്ങളിലല്ല, ദൈവത്തിൽ ദൃഷ്ടി വയ്ക്കുക, എന്നിട്ട് സീസണിനെ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്കിന്ന് തരുവാനുള്ള ഉറപ്പത്രേ, നാം കടന്നു പോകുന്ന ഒരു സീസണും നമുക്കാർക്കും ഒരു കാരണവശാലും ദോഷകരമായി ഭവിക്കുകയില്ല. കാരണം എല്ലാ സീസണുകളിലും നാം ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നതിനാൽ. സീസൺസ് ആർ ക്രിയേറ്റഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. സീസണുകൾ സൃഷ്ടിക്കുന്നതും സംവിധാനം ചെയ്യുന്നതും ദൈവമാണ്. സീസണുകൾ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നു. അതിനെ ദൈവത്തിൻ്റെ ഉദ്ദേശ്യപ്രകാരം തിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹീ ചേഞ്ചസ് ദി ടൈംസ് ആൻഡ് സീസൺസ്. അവൻ സീസണുകളെയും സമയങ്ങളെയും മാറ്റുന്നു. ഒരു സീസണും ശാശ്വതമല്ല. ദൈവം തൻ്റെ പ്രവൃത്തി തികയ്ക്കുമ്പോൾ ആ സീസൺ മാറുന്നു. നാം മറ്റൊരു സീസണിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കാലത്തും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അങ്ങനെയെങ്കിൽ എല്ലാ കാലത്തും അവന് സ്തുതി കരേറ്റുവാൻ നമ്മുടെ നാവിൽ കാരണങ്ങളുണ്ടാകും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.